ഡൽഹിയിലേക്കാണ് ആർ അച്യുതൻ തയ്യാറാണ്. അച്യുതൻ, ഇന്ന് സുപ്രീം കോടതിയിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷ അത് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. ഒപ്പം എസ് ജയശ്രീ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഒരിക്കൽ കൂടി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതടക്കം ഇംപാക്ട് ഉച്ചകോടി 5ാം ദിവസത്തിൽ തുടരുകയാണല്ലോ. ദേശീയ തലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എന്തൊക്കെയാണ്? ദിൽന, ഇന്ന് സുപ്രധാനമായിട്ടുള്ള ദിൽന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുക. കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ അതായത് അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി നീട്ടി നൽകുകയുണ്ടായി. അത് ഈ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലായിരുന്നു ജയശ്രീക്ക് അത്തരമൊരു ഇടക്കാല ആശ്വാസം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചതൊപ്പം തന്നെ ഈ മാസം 18-ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഒപ്പം ചില നിർണായക നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ശബരിമലയിലെ മൊത്തം സ്വർണം കൊള്ളയടിച്ചില്ലേ, അത്തരം വാർത്തകൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് കോടതി വാക്കാൽ പരാമർശവും നടത്തി. എന്തായാലും ഇന്നിപ്പോൾ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു ഇടക്കാല ആശ്വാസത്തിൽ നിന്ന് ഒരു പൂർണ്ണമായ ഒരു ആശ്വാസം ജയശ്രീക്ക് ലഭിക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത്. മറ്റൊന്ന്, ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷയും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ന് വരികയാണ്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയാണ് ആ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. കണ്ണൂർ ജയിലിൽ കഴിയുന്ന ജ്യോതി ബാബുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. സുപ്രീം കോടതി മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പ്രകാരം ഈ ജ്യോതി ബാബുവിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യം എന്നാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതുവരെ ഡയാലിസിസ് നടത്തേണ്ടതുണ്ട് എന്നും പറഞ്ഞിരുന്നു. എന്തായാലും അതും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നു. മറ്റൊന്ന്, രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത ഇംപാക്ട് ഉച്ചകോടി അത് 5ാം ദിവസത്തിലേക്ക് കടക്കുന്നുണ്ട്. ഇന്ന് എക്സ്പോ വേദി വീണ്ടും തുറക്കുകയാണ്. നാളെ ഒരു ദിവസം കൂടി ഈ പൊതുജനങ്ങൾക്ക് എക്സ്പോ വേദി സന്ദർശിക്കുവാനുള്ള ദിവസം കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു സംയുക്ത പ്രസ്താവന ഇന്നുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പുറമേ തന്നെ ചില വിമർശനങ്ങൾ കൂടി ഈ ഉച്ചകോടിയുടെ ഭാഗമായി ഉണ്ടായി. അതിൽ തുടക്കത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സംഭവങ്ങൾ, അപ്പോൾ അതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇതിൻ്റെ സംഘാടനം മോശമാണ് എന്ന രീതിയിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗാൽക്കോടിയ സർവകലാശാലയുടെ റോബോഡോഗ് അതിപ്പോഴും ആ വിവാദം ചൂടുപിടിച്ചു തന്നെ നിൽക്കുന്നു. എന്തായാലും അതിനിടയിലായിരുന്നു ഉച്ചകോടി ഡൽഹിയിൽ നടക്കുന്നത്. മറ്റൊന്ന്, കോൺഗ്രസ് അതായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ 5 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുമായി ഇന്നൊരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അത് ഇന്ത്യ-US വ്യാപാര കരാറിന്മേൽ പ്രതിഷേധങ്ങൾ, ഭാവി പ്രതിഷേധ പ്രകടന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായിട്ടാണ് ഇന്ന് യോഗം ഡൽഹിയിൽ നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളാണ് പങ്കെടുക്കുന്നത്. പഞ്ചാബിൽ ഇതിനോടകം തന്നെ ഒരു മെഗാ റാലി ഈ ഇന്ത്യ-US വ്യാപാര കരാറിന്മേൽ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മറ്റു സംസ്ഥാനങ്ങളിലേക്കും പടിപടിയായി ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ യോഗം നടക്കുന്നത്. അങ്ങനെ സുപ്രധാനമായ നിരവധി വിഷയങ്ങളാണ് ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് സംഭവിക്കാനിരിക്കുന്നത്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.